ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് ഉത്രാട ദിവസത്തെ. അപ്പോൾ അതെ, ഇന്ന് നമ്മൾ എന്നത്തെയും പോലെയല്ല, കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ട്. 5:30 ഒക്കെ ആയപ്പോഴേക്ക് എണീച്ചു. പിന്നെ ഇന്നലെ ഇട്ട പൂക്കളം കളയുകയാണ്. ഇന്ന് നമുക്ക് ഉത്രാട ദിവസത്തെ വേറെ പൂക്കളം ഇടുന്നത് കൊണ്ട് അങ്ങനെ മഴ മാറണം നോക്കി നിന്നു. പിന്നെ മഴ പോകുന്നില്ല, സമയമാണ് വെച്ചാൽ പോവുകയാണ്. അപ്പോൾ മഴയൊന്നും പോകുന്നില്ല കണ്ടപ്പോൾ നമ്മൾ കുട എടുത്തിട്ട് ഇന്നലെ ഇട്ട പൂക്കളൊക്കെ അതെ കളയുകയാണ്. മുറ്റത്ത് ഫുള്ള് വെള്ളമായിട്ടുണ്ട്. പൂക്കളിടുന്ന തറയാണെന്ന് വെച്ചാൽ ഇതേപോലെ നല്ല മഴ പെയ്താൽ പോകുന്നില്ല അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേഗം അത് കളഞ്ഞ് കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്നത്തെ കോസ്റ്റ്യൂം ഇതാണ് നമ്മുടെ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലുമൊക്കെ ഒരു വ്ളോഗിലായിട്ട്. അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ടോപ്പ് ഇട്ട് സ്കേർട്ട് ഇട്ടില്ല. സ്കേർട്ട് ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇരുന്ന് ഫുള്ള് ചെളിയാവുന്നുള്ളത് കൊണ്ട് നമ്മൾ വേറെ സ്കേർട്ട് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. റെഡി ആയിട്ടാണ് പൂവിടാൻ ഇരുന്നത്. അല്ലെങ്കിൽ പൂവിടൽ കഴിഞ്ഞ് റെഡിയാകാൻ ടൈം ആയിട്ടില്ല. പിന്നെ അമ്പലത്തിൽ പോകുമ്പോഴേക്ക് അമ്പലം അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ റെഡി ആയിട്ടാണ് പൂവിടാനൊക്കെ ഇരുന്നിട്ടുള്ളത്. ഇന്ന് പൂവിടുന്നത് മഴ ചാറിൽ കൊണ്ടിട്ടാണ്. കുട പിടിച്ചിട്ടൊന്നും ഇടായിരുന്നില്ല. അത് കുട പിടിക്കുകയും ചെയ്യണം, പൂടും ചെയ്യുമ്പോൾ കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മളിതേ കുറച്ച് മഴയൊക്കെ കൊണ്ടിട്ടാണ് പൂവിടുന്നത്. പിന്നെ പെട്ടെന്ന് ഞാൻ ഇടാൻ നോക്കിയിട്ടുണ്ട്. എന്നാലും 1 മണിക്കൂർ 1.5 മണിക്കൂർ എന്തായാലും പൂവിട്ട് കഴിഞ്ഞപ്പോഴേക്ക് ആയിട്ടുണ്ട്. പൂവിടുമ്പോൾ മഴ ചാർന്നതുകൊണ്ട് പൂ തറയിൽ വെക്കുമ്പോഴേക്ക് മഴത്തുള്ളി വീണിട്ട് മരത്തുനിന്ന് തുള്ളി വീണിട്ട് തെറിക്കുക. ഇതായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ കുറേ അത് നേരേക്കും അങ്ങനെ കുറേ ടൈം പോകും. ഇങ്ങനെ കുറേ നേരത്തെ പൂവിടുന്നതിന് ശേഷം നമ്മുടെ ഉത്രാട ദിവസത്തെ പൂക്കളും റെഡി ആയിട്ടുണ്ട്. വലുതാക്കി ഇടാൻ കരുതിയതാണ്. പിന്നെ മഴ ചാറിൽ കൊണ്ടിട്ടൊക്കെ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നിർത്തിയിട്ടുണ്ട്. നാളെ നമുക്ക് വലുതാക്കിയിട്ടുണ്ട്. പിന്നെ വേഗം പോയി അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഫേസ് ഫുള്ളും നമ്മൾ റെഡി ആയി വന്നു. പിന്നെ വേഗം പോയി മുടിയൊക്കെ കെട്ടാൻ പോയി. നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട്. സിമ്പിളായിട്ട് മുടിയൊന്ന് വെറുതെ എഴുതെടുത്ത് കെട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ലുക്ക് വരുന്നത്. പിന്നെ വേഗം അമ്പലത്തിലേക്ക് ഇപ്പം തന്നെ 8 മണീൻ്റെ അടുത്താവാനായിട്ടുണ്ട്. എത്ര നേരത്തെ ഇരുന്നിട്ടും കഴിയില്ല പൂടാൻ. അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഏകദേശം ടൈം ആയിട്ടുണ്ടാകും. പിന്നെ വേഗം നമ്മൾ പോയി അപ്പോൾ മഴ ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുടയും കൊണ്ടൊക്കെ പോകുന്നത് ഇനി നനയാൻ വയ്യാന്നുള്ളതുകൊണ്ട് അങ്ങനെ നമ്മൾ കുടയൊക്കെ വാങ്ങിപ്പോയിട്ടുണ്ട്. അമ്പലം എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ ചറിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ അവിടെ ഒരു വീട്ടിൽ ഒന്ന് കയറുന്നു, അല്ലെങ്കിൽ മിക്സായിട്ട് ഫുള്ള് നനയുന്നു. പിന്നെ ഒന്ന് കുറഞ്ഞപ്പോൾ ഞാൻ വേഗം പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇനി പോയി വേഗം തൊഴുതിട്ട് വരെ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞിട്ടുണ്ട്, ചാറിൽ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വേഗം പോയി വലത്തിട്ടു. മഴ ചാറിയും കൊണ്ടിരിക്കുമ്പോൾ വലത്തിടാൻ പറ്റില്ല. അതുകൊണ്ട് മഴ പോയ ടൈം നോക്കിയിട്ടാണ് നമ്മൾ വലത്തിടാൻ പോയിട്ടുള്ളത്. തൊഴുത് വന്ന് പൂജ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് പിന്നെ പ്രസാദമൊക്കെ കിട്ടി. നമ്മൾ ഓഫീസ് കയറി നിന്നിട്ടുണ്ട്. ഇന്ന് പുറത്ത് നിൽക്കാൻ പറ്റില്ല. ഇപ്പം മഴ ചാറിയും കൊണ്ട് നിൽക്കണതുകൊണ്ട് ഓഫീസ് കയറിയൊന്നും ഓഫീസിൽ ആരും ഉണ്ടാകുന്നില്ല. പിന്നെ വഴിപാട് കഴിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നു. അപ്പോൾ അതിന് റെസീറ്റ് ആക്കി കൊടുക്കായിരുന്നു. ഏട്ടന്മാരാരുമില്ല, അതുകൊണ്ട് ഞാനിന്ന് റെസീറ്റൊക്കെ ആക്കി കൊടുത്തു. ഇന്ന് ഉത്രാടമായതുകൊണ്ടോ തോന്നുന്നു അത്യാവശ്യത്തിന് ആൾക്കാരും ഉണ്ട്. പിന്നെ വഴിപാട് കഴിക്കാനും ഉണ്ടാകുകൊണ്ട് നമ്മൾ കുറേ നേരം ഇരുന്ന് റെസീറ്റൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അവിടെ നാളെ തിരുവോണമല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൂജയ്ക്കാണോ ഇനി പൂടാനുള്ളതാണോ എന്നറിയില്ല. താമര കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അതൊന്ന് വീഡിയോയിൽ കാണിച്ചതാണ്. മൊത്തമായിരുന്നു വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് പോകുന്നു. ഇപ്പോൾ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുടയൊക്കെ മടക്കിയിട്ട് പോകുന്നിട്ടുണ്ട്. വരുമ്പോഴേ കുടയൊക്കെ പിടിച്ച് സ്കേർട്ട് പൊക്കി പിടിക്കാനൊന്നും പറ്റാതെ ആകെ ചളിയായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ താഴ്ത്തിയിട്ട് പോകുന്നു. പിന്നെ അത് നമ്മളവിടെ എത്തിയപ്പോൾ ഫുള്ള് വെള്ളപ്പൊക്കമായി മാതിരി ചളിയിൽ പൂന്തി കിടക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ പൊക്കി പിടിച്ച് പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയാൽ വേഗം പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ നോക്കിയപ്പോൾ ഇഡ്ഡലിയാണ്. ഇഡ്ഡലിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പിന്നെ അമ്മ അവിടെ സദ്യ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. എനിക്ക് ദോശ ഉണ്ടാക്കിയിട്ടില്ലെന്ന്, അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ദോശ ഉണ്ടാക്കാറാണ്. പക്ഷേ ഇന്ന് സദ്യ തിരക്കിലായതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു കുഞ്ഞ് ഇഡ്ഡലി, അതിൽ കുറേ സാമ്പാർ വെച്ചിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് ഇഡ്ഡലി കഴിക്കുമ്പോൾ ഒരു മാവ് കഴിക്കുന്ന ഒരു ഫീലാണ്. അതുകൊണ്ട് നമ്മൾ കുറേ സാമ്പാർ ബാക്കി ഫുഡ് കഴിച്ചിട്ട് കാണാൻ ഇവിടെ ഓണപ്പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാൻ പോകണം. ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴേക്ക് തന്നെ ഏകദേശം സദ്യക്കുള്ള എല്ലാം ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫുഡ് റെഡി കഴിഞ്ഞപ്പോഴേക്ക് അമ്മ അവിടെ മസാലക്കറി റെഡിയാക്കിയിട്ടുണ്ട്. ബീട്രൂട്ട് പച്ചടിക്കുള്ളത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുളിയിഞ്ചിയുള്ള കറികൾ ഇതിനേക്കാളും കൂടുതൽ നാളെയാവും തിരുവോണത്തിന്. ഇപ്പോൾ ഒരു ചെറിയൊരു സദ്യയാണ്. ഇങ്ങനെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ക്രോപ്പ് ടോപ്പും ജീൻസ് എടുത്തിട്ട്
നമ്മൾ കടയിൽ പോവുകയാണ്. കടയിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങാണ്ട്, പ്രത്യേകിച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ കടയിലെത്തിയപ്പോൾ കുഞ്ഞാവുണ്ട് അവിടെ. പിന്നെ ഞാനും അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ബിസ്ക്കറ്റും ലേസും മാത്രമേ ഉള്ളൂ വാങ്ങി, വേറെ ഒന്നും വാങ്ങിയില്ല. അങ്ങനെ ഞാൻ കുഞ്ഞാവേനെയും കൂട്ടി വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയപ്പോഴാണ് പായസം ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഒരു പാക്കറ്റ് പാലുണ്ട്, വേറൊന്ന് കേട് വന്നിട്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ 2 പാക്കറ്റ് പാലും കൊണ്ടാണ് പായസം ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു പാക്കറ്റും കൂടി വാങ്ങാൻ പോയി. അങ്ങനെ ഒരു പാക്കറ്റ് പാലും കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ന് പായസം ഞാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പാലട മിക്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. നാളെ ചെറുപയർ പരിപ്പ് പായസം, ഇന്ന് പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ പാലൊഴിച്ച് 2 പാക്കറ്റ് പാലൊഴിച്ച്, പിന്നെ ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഞാനും ഫസ്റ്റായിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അമ്മേനെ ഉണ്ടാക്കാറ്. അമ്മ ഇന്ന് കുറച്ച് സദ്യേൻ്റെ തിരക്കിലും പോയി. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞു. പിന്നെ അത് ഉണ്ടാക്കാൻ അത്ര പണിയൊന്നും ഇല്ലല്ലോ, മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ 2 പാക്കറ്റ് പാല്. പായസം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നെയ്യാർ പാലട പായസം മിക്സാണ്. അത് പിന്നെ അത്ര പണിയൊന്നും ഇല്ലല്ലോ, പാക്കറ്റ് പൊട്ടിക്കുക, അതിൽ തന്നെ എല്ലാ മിക്സും ഉണ്ടാവും. അതൊന്ന് പാലിക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ റോസ്റ്റ് ചെയ്ത് അണ്ടിപ്പരിപ്പ് എല്ലാം ഉണ്ടായിരുന്നു. അത് ഞാനും അമ്മയും കൂടെയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതിട്ട് കൊടുത്ത് കൈവിടാതെ ഇളക്കി കൊടുത്ത് അതൊന്ന് കുറുക്കിയെടുക്കുക. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാര കാരമൽ ചെയ്തിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഗ്യാസെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ വേഗം തന്നെ ഡ്രസ്സ് തയ്ച്ച് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. കാഞ്ഞിരത്താണ് ഡ്രസ്സ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓണം ഷോപ്പിംഗ് വീഡിയോ കണ്ടവർക്കറിയാം. കാഞ്ഞിരത്തു നിന്ന് എടുത്ത് അവിടെ തന്നെ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാനും ചേച്ചിയും കൂടിയാണ് അത് വാങ്ങാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പോകുമ്പോൾ പുഞ്ചക്കോട് പമ്പിൽ നിന്ന് എണ്ണ അടിച്ചിട്ടാണ് പോകുന്നത്. നമുക്ക് പുഞ്ചക്കോട് വരേണ്ട ആവശ്യമില്ല കാഞ്ഞിരത്തേക്ക് പോകാൻ. പക്ഷേ വണ്ടി കാഞ്ഞിരം വരെ എത്തില്ല. അതുകൊണ്ട് നമ്മൾ പുഞ്ചക്കോട് നിന്ന് തന്നെ എണ്ണ അടിച്ചിട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് എണ്ണ അടിച്ച് വേഗം പോകണം. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആകുമ്പോഴേക്ക് എത്തും വേണം. ചേച്ചിക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കണം, അവൾ ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട്. ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ പോകുന്നതാണ്. പക്ഷേ നമ്മുടെ തെങ്കര റോഡിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ പറയണ്ട. റോഡ് ഏതാ പുഴ ഏതാ പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഞങ്ങൾ പിന്നെ വേഗം അമ്പകുന്ന് റോഡിനാണ് പോന്നിട്ടുള്ളത്. അമ്പകുന്ന് പള്ളീൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ ബിദിനായതുകൊണ്ട് തോന്നുന്നു ഫുള്ള് ലൈറ്റും കളർ പേപ്പറും കൊണ്ടൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഓണക്കൊടി. എൻ്റെ ഫുൾ ലുക്ക് നമ്മുടെ തിരുവോണം വ്ളോഗിലുണ്ടാവും. പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു പകുതി എത്തിയപ്പോഴേക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ കർച്ചീഫില്ലതുകൊണ്ട് ഞാൻ അത്ര നനഞ്ഞില്ല, ചേച്ചി ഫുള്ളായി നനഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അമ്പകുന്ന് പള്ളീൻ്റെ ഓപ്പോസിറ്റിൽ ഒരു കടേൻ്റെ മുന്നിൽ നിന്നു. മഴ കുറഞ്ഞപ്പോൾ ഞങ്ങൾ പോന്നിട്ടുണ്ട്. അപ്പോൾ പുഴയൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. പകുതി മഴ ഉണ്ട്, പകുതി സ്ഥലത്ത് മഴയില്ല. അങ്ങനെയൊന്നും പിന്നെ വേഗം ഇല്ല വന്ന് സദ്യ ഒഴിക്കായിരുന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സദ്യക്കുള്ള വിഭവങ്ങൾ. പച്ചടി ഉണ്ടായിരുന്നു, പിന്നെ വറവ്, മസാലക്കറി, പുളിയിഞ്ചി, അച്ചാർ, പയറുപ്പേരി, അതുപോലെ തന്നെ പപ്പടം, പിന്നെ സാമ്പാറും ചോറും അടപ്പായസം ഉണ്ടാകും. നമ്മൾ ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അമ്പലത്തിൻ്റെ അവിടെ, അതുപോലെ തന്നെ കൈനിക്കോട് കടേൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഓണപ്പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആര്യ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ അവിടെ പരിപാടി തുടങ്ങി ഇറങ്ങിയിട്ട്, ഓണപ്പരിപാടി. പിന്നെ വേഗം ഞാൻ മുടിയൊക്കെ കെട്ടി പോയിട്ടുണ്ട്. അപ്പോൾ ആര്യൻ്റെ കടേൻ്റെ മുന്നിലാണ് നമ്മളിരുന്ന്. അപ്പോൾ മഴ ചാറുന്നതുകൊണ്ട് അങ്ങോട്ട് ടർഫിന് കുറയില്ല, നമ്മൾ കടേൻ്റെ അവിടെ പോകുന്നുണ്ടായിരുന്നു. അതുപോലെ മഴ കണ്ട് മാറുക പിന്നെ വരിക, അതുപോലെ പോവുക വരിക, അതന്നെ ഇരുന്ന് കുറേ നേരമായിട്ട്. അങ്ങനെ മഴ പോയപ്പോൾ ടർഫിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കലായിരുന്നു. അങ്ങനെ അതും കുറച്ച് നേരം കണ്ടു നിന്നു. ഇന്ന് കുട്ടികളുടെ പ്രോഗ്രാമാണ്, ഉത്രാട ദിവസം. നാളെയാണ് വടംവലി ഒക്കെ, 20 വയസ്സിൻ്റെ മുകളിലുള്ളവരുടെ പരിപാടി നാളെ ഉച്ചയ്ക്കാണ്. അപ്പോൾ നമ്മൾ വിരുന്ന് പോയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത പരിപാടി കുറച്ച് നേരം കണ്ട ശേഷം ഞങ്ങൾ പോന്നിട്ടുണ്ട്. അവിടെ കുഞ്ഞു കുട്ടികളുടെ പരിപാടിയാണ്. ഇനി ഞങ്ങൾ കടയ്ക്ക് പോകണം. അവിടെ പറമ്പിന്തരിശൻ ഓണപ്പരിപാടി ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ പോയപ്പോൾ തന്നെ പുഷപ്പിംഗ് ചലഞ്ചാണ്, അതിൻ്റെ ഫൈനലാണ്. അങ്ങനെ ഏട്ടന്മാരെ പുഷപ്പ് അടി ചലഞ്ച് കഴിഞ്ഞപ്പോൾ അടുത്തത് കസാര കളിയാണ്. അമ്മമാരുടെയും കുട്ടികളുടെയൊക്കെ ആയിട്ടിൽ ഒരുമിച്ച് തന്നെ ഇത്ര ആൾക്കാരുണ്ടാകുന്ന അതുകൊണ്ട് അവർ ഒരുമിച്ച് തന്നെ നടത്തി. അടുത്തതായിട്ട് ഉറിയടി വന്നു. ഉറിയടി 3 ചാൻസ് ഉണ്ടായിരുന്നു ഉറിയടിക്കാനായിട്ട്. പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ തുറക്കി വെച്ചിട്ട് കണ്ണൊക്കെ കെട്ടിയിട്ടാണ് ഉറിയടി. അപ്പോഴേക്കും മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആൾക്കാർ അത്യാവശ്യത്തിനുണ്ടായിരുന്നു ഇവിടെ.
അപ്പോൾ ബാക്കി ഗെയിംസൊക്കെ നിങ്ങൾ കണ്ടോക്കി. ഞാനും അമ്മയും കുഞ്ഞാ ചേച്ചീൻ്റെയാണ് കാണാൻ വന്നത്. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കുഞ്ഞാ ചേച്ചി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അമ്മയും നിന്ന് കണ്ടു. കുറിയടി ഒക്കെ പകുതിയപ്പോഴേക്കും നല്ല രീതിക്ക് മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ വേഗം പോകുന്നു. ഇനി അവിടെ നിന്ന് കഴിഞ്ഞ് മഴ കൊണ്ട് കഴിഞ്ഞാൽ പനി പിടിക്കുന്നില്ല, അത് ഉറപ്പായിട്ടുണ്ടാകും. പിന്നെ നാളെ നമുക്ക് മുടിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഷൂട്ടിങ് ചെയ്തമാതിരി റോസും തുളസിയും കൂടി വെക്കാനാണ് പ്ലാന്. അപ്പോൾ തുളസിയൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. പിന്നെ അത് കെട്ടുന്നതിന് ചെയ്ത് അതിൻ്റെ വ്ലോഗ് എടുത്തില്ല. അപ്പോൾ നമ്മുടെ ഇത്ര ദിവസത്തെ ലൈഫ് വ്ലോഗ് ഇത്രയുള്ളൂ. അപ്പം നാളെ അടുത്ത വ്ലോഗിൽ കാണാം. ഓക്കെ, ബൈ.